സംഭവിക്കും? ഇവർ രണ്ടുപേരും നല്ല രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ട് ടീം ബിൽഡ് ചെയ്തുകൊണ്ട് ഒരു 5ാമത്തെ ലെവലിലും 6ാമത്തെ ലെവലിലും ഒരു എക്സാമ്പിൾ ഒരു 10ാമത്തെ ലെവലിൽ ഒരു 25 ലക്ഷത്തിന്റെ ബിസിനസ് വന്നു. ഞാൻ ഇതൊന്നും പറയുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ കൊണ്ടുപോകുന്ന ഒരാളാണെങ്കിൽ എനിക്ക് ഡയറക്റ്റ് വന്നിരിക്കുന്ന ആ വ്യക്തിയുടെ വരുമാനം മാത്രമാണ് ഫ്രണ്ട്സ് ലഭിക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയി ശ്രദ്ധിക്കണം. അതായത് ഞാൻ ഒരാളെ കൊണ്ടുവന്നാൽ ഒരു ലെവലിലെ വരുമാനം മാത്രമാണ് ലഭിക്കുക. ആ വ്യക്തി താഴെ ഡ്യൂപ്ലിക്കേഷൻ നടക്കുമ്പോൾ ഇങ്ങനെ 10-20 ഡെപ്തിലേക്ക് താഴെ ബിസിനസ് പോയാൽ എന്റെ 10ാമത്തെ ലെഗിൽ നിന്നും 10ാമത്തെ ലെവലിൽ നിന്നും ഒരാൾ 25 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ എന്ത് വേണം ഫ്രണ്ട്സ്? ഞാനൊരു 9 പേരെ കൂടി കൊടുത്ത് 10 ലെവലിൽ ആയാൽ മാത്രമാണ് ആ 25 ലക്ഷത്തിന്റെ വരുമാനം എനിക്ക് ലഭിക്കുകയുള്ളൂ. അതായത് 25 ലക്ഷത്തിന്റെ ഏകദേശം 27,000 രൂപ വെച്ച് എനിക്ക് ലഭിക്കാൻ വന്നു. ഫ്രണ്ട്സ്, ഞാൻ എന്ത് ചെയ്യും? വളരെ സീരിയസ് ആയിട്ട് 27,000 രൂപ നഷ്ടപ്പെടുത്തുമായിരിക്കും? ഇല്ല. ഞാൻ എന്ത് ചെയ്യും? ശരിക്കും ടീം ബിൽഡ് ചെയ്യാൻ വളരെ റിസ്ക് എടുത്തുകൊണ്ട് ടീം ബിൽഡ് ചെയ്യും. സോ ഞാൻ ഇപ്പൊ പറഞ്ഞത് പിന്നെ 21,000 വെച്ചാണ് ലഭിക്കുക ഫ്രണ്ട്സ്. അപ്പോൾ ഇത് വളരെയേറെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ താഴെ ടീം ബിൽഡ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യണം? ഈ 1-2 ഐഡിയ നിൽക്കാൻ പാടില്ല ഫ്രണ്ട്സ്. ഇവിടെ നമ്മുടെ 20 മാട്രിക്സിന്റെ പവറാണ്. അതായത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്ന സിസ്റ്റം? ഒരു വ്യക്തി വന്നു 20 പേരെ റെഫർ ചെയ്തു 1ാമത്തെ ലെവലിൽ. പിന്നെ എന്തെന്ന് മാജിക്? ഈ 20 പേരെ കൊണ്ടുവരുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു കമ്മ്യൂണിറ്റി ഫ്രണ്ട്സ്. അതായത് 400 പേരാവും 2ാമത്തെ ലെവലിൽ. 1ാമത്തെ ലെവലിൽ ലഭിക്കുന്ന വരുമാനം എന്ന് പറയുന്നത് 20%. 2ാമത്തെ ലെവലിൽ നിന്ന് 4 പേരിൽ എത്ര ശതമാനം ലഭിക്കും? 19%. അപ്പൊ ഈ 400 പേര് 20 പേരെ കൊണ്ടുവന്നാലോ 3ാമത്തെ ലെവലിൽ ഫ്രണ്ട്സ് 8,000 മെമ്പേഴ്സ് ഉണ്ടാവും. ആലോചിച്ച് സിസ്റ്റത്തിന്റെ ഡ്യൂപ്ലിക്കേഷൻ പ്രകാരം 8,000 പേരുണ്ടാവും 3ാമത്തെ ലെവലിൽ. അതുപോലെ 4ാമത്തെ ലെവലിലോ 4ാമത്തെ ലെവലിൽ 1,60,000 പേര് ഉണ്ടാവും. ഇവരൊക്കെ 1 ലക്ഷം 2 ലക്ഷം 5 ലക്ഷം പിന്നെ ചെയ്യാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിലോ ഇവരാള് മാത്രം മതി എനിക്ക് ലക്ഷങ്ങൾ ഉണ്ടാക്കാൻ, പെർ ഡേ ലക്ഷങ്ങൾ ഉണ്ടാക്കാൻ. എനിക്കൊരു 50 കാണേണ്ട ആവശ്യമില്ല. ഞാൻ എന്ത് ചെയ്യണം? ഒരു 20 ലെവലിലെ വരുമാനത്തിന്റെ വാഷ് ഔട്ട് ഒഴിവാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? 20 പേരെ റെഫർ ചെയ്യണം ഫ്രണ്ട്സ്. ഇതാണ് റെഫറൽ മാർക്കറ്റിംഗിന്റെ പവർ. ഇത് എല്ലാവരും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പവർ ഓഫ് കോമ്പൗണ്ടിങ് ചെയ്തുകൊണ്ട് കൃത്യമായി അത് 1 ലക്ഷം 2 ലക്ഷം 5 ലക്ഷം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് 1 ലക്ഷം ചെയ്ത് ഒരു 3 to 4 ലക്ഷം. ഇതൊരു ചെറിയൊരു കാൽക്കുലേഷൻ. അത്രയിലേക്ക് എപ്പോഴും പിടിക്കുന്ന ഒരിക്കലും മനസ്സിലാക്കാൻ പാടില്ല. ചെറിയ വേരിയേഷൻ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ 5 ലക്ഷം കൊണ്ടാണ് നിങ്ങൾ പവർ ഓഫ് കോമ്പൗണ്ടിങ് ടോക്കൺ ഫാമിംഗ് ചെയ്യുന്നത്. ലഭിക്കുന്ന വരുമാനം എന്ന് പറയുന്നത് എത്ര ലഭിക്കും? വരുമാനം എന്ന് പറയുന്നത് ഏറ്റവും ചുരുങ്ങിയത് പവർ ഓഫ് കോമ്പൗണ്ടിങ്ങിലൂടെ ഒരു 5 ലക്ഷം ഒരു വ്യക്തി ചെയ്തു. 5 ലക്ഷം ചെയ്തിട്ട് ആ വ്യക്തിക്ക് 85% ലഭിക്കുന്നത് ഫ്രണ്ട്സ് പെർ ഡേ 850 രൂപയാണ്. ഈ വ്യക്തി 33.5 മാസം വെയിറ്റ് ചെയ്യാൻ തയ്യാറായാൽ അപ്പോൾ ഈ 850 × 30 ഒരു മാസം 1ാമത്തെ മാസം ലഭിക്കുന്നത് 25,500 രൂപ ലഭിക്കും. അപ്പൊ എന്ത് ചെയ്യുന്നു? ഈ വ്യക്തി 2ാമത്തെ മാസം കോമ്പൗണ്ടിങ് ചെയ്തു. 2ാമത്തെ മാസം 5 ലക്ഷം പ്ലസ് 25,500 5,25,000 രൂപയാണ് കോമ്പൗണ്ടിങ്ങിലേക്ക് പോകുന്നത്. അപ്പോൾ എന്താ ഇവിടെ സംഭവിക്കും? 850 രൂപ ലഭിക്കുന്നത് 0.20 വെച്ച് 893 രൂപയായിട്ട് വർക്കുന്നു. മാസ വരുമാനം വർദ്ധിച്ചു. 2ാമത്തെ മാസം തന്നെ അത് 26,790 മാറുന്നു ഫ്രണ്ട്സ്. അപ്പോൾ ഇങ്ങനെ ഓരോ മാസവും പ്രതിമാസം മുതലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു മാസം 100 USDT വെച്ചിട്ട് ടോക്കൺ ഫാമിംഗ് ചെയ്യാം. ഒരു മാസം തന്നെ നിങ്ങൾക്ക് 5 ലക്ഷം ചെയ്യുന്ന വ്യക്തിക്ക് 2 പ്രാവശ്യം ഫാമിംഗ് ചെയ്യാം. 2 പ്രാവശ്യം ഫാമിംഗ്. അപ്പൊ എന്ത് ചെയ്യാം? 2 പ്രാവശ്യം 100 USDT 200 ഇരക്കും. പിന്നീടോ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പിന്നീട് മാസത്തിൽ 3 തവണ ടോക്കൺ ഫാമിംഗ് ചെയ്യാൻ പറ്റും 100 USDT. പിന്നീട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ 4 തവണ 5 തവണ 10 തവണ ഇങ്ങനെ ടോക്കൺ ഫാമിംഗിന്റെ നിര അങ്ങനെ പോയി കൊണ്ടിരുന്നാൽ 33 മാസം ലോക്ക് ചെയ്തതിന് ഏറ്റവും ചുരുങ്ങിയത് 24,55,048 രൂപ ലഭിക്കും. ഇത് ചുരുങ്ങിയാണ് എമൗണ്ട് പിന്നെ പറയുമ്പോൾ. അതുകൊണ്ട് ഈ ഒരു എമൗണ്ട് മാത്രം ഞാൻ പറയുന്നത്. അതാണ് പവർ ഓഫ് കോമ്പൗണ്ടിങ്ങിന്റെ പവർ. നമ്മൾ ഇൻവെസ്റ്റർ ആയാലും എന്ത് ചെയ്യണം? ഒന്ന് വെയിറ്റ് ചെയ്യാനാണ് ബിസിനസിന് ഇൻവെസ്റ്റർ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ്. അതായത് ഒരു സൂപ്പർ മാർക്കറ്റ് നടക്കും. നമ്മൾ കഴിക്കും ഭയങ്കര സംഭവമാണ്. ഒരു 10 കോടിന്റെ സൂപ്പർ മാർക്കറ്റിൽ ഒരുപാട് സാധനങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതായത് അതിന്റെ ഒരു ലാഭം കിട്ടണമെങ്കിൽ ഫ്രണ്ട്സ് സ്റ്റാഫിനും കാര്യങ്ങളും അതിന്റെ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ അതിന്റെ ഒക്കെ ഉണ്ടാക്കി സെറ്റ് ചെയ്തിട്ട് അതിന്റെ ഒരു ലാഭം ലഭിക്കണമെങ്കിൽ 3 വർഷം കഴിയണം 10 രൂപ ലാഭം ലഭിക്കണമെങ്കിൽ. ബാക്കി മുഴുവൻ അവർ ഇൻവെസ്റ്റ്മെന്റ് മനസ്സിലാക്കുക. അപ്പോൾ ഒരു ഇൻവെസ്റ്റർ കൃത്യമായി വെയിറ്റ് ചെയ്യാൻ തയ്യാറായിരിക്കണം. വെയിറ്റ് ചെയ്യാത്തവർക്ക് ഒരു ലിമിറ്റ് ഒതുങ്ങേണ്ടി വരും.
അപ്പോൾ നെക്സ്റ്റ് എനിക്ക് പറയാനുള്ളത് ഏർലി ബേർഡ് ഓഫർ. എല്ലാവരും ഇന്ന് വളരെ അട്രാക്റ്റീവായിട്ട് ആകർഷണീയമായിട്ട് ഏർലി ബേർഡ് ഓഫറാണ് ഫ്രണ്ട്സ് ചൂസ് ചെയ്യുന്നത്. ഇന്ന് നമ്മുടെ ഓഫീസിൽ വരുന്നവരൊക്കെ അവരൊക്കെ വീക്ഷിക്കുന്നത് ഈ ഏർലി ബേർഡ് ഓഫറിന്റെ കാര്യമാണ്. അതെന്തുകൊണ്ടാണ് ഫ്രണ്ട്സ്? നമ്മുടെയൊക്കെ മൈൻഡ് സെറ്റ് എന്താണ്? 1000 ദിവസം വെയിറ്റ് ഞാനൊന്നും തയ്യാറേ അല്ല. എനിക്ക് ഇന്ന് പിന്നെ ഇൻവെസ്റ്റ് ചെയ്താൽ ഇന്ന് വൈകുന്നേരം ആകുമ്പോൾ ഫുൾ എമൗണ്ടിങ് എടുക്കണമെന്നുണ്ട്. എന്തുകൊണ്ടാണ്? നമ്മൾ ഒട്ടുമിക്ക ആൾക്കാരും പല പല കൺസെപ്റ്റുകളും ചൂസ് ചെയ്ത് എന്ത് സംഭവിച്ചു? അവിടെയൊക്കെ ചെറിയ രീതിയിൽ ഒരു എന്താ പറയണത് അപകടം സംഭവിച്ചെന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും. ഒട്ടുമിക്ക ആൾക്കാരും കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് വലിയൊരു വരുമാനമാണ്. അപ്പോൾ അങ്ങനെയുള്ള വലിയൊരു വരുമാനം പെട്ടെന്ന് 1000 ദിവസം 22 ദിവസം കൊണ്ട് ലഭിക്കുന്ന ഏർലി ബേർഡ് ഓഫറിനെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ ഇവിടെ 100ന്റെ മൾട്ടിപ്ലയർ ഞാൻ ഏർലി ബേർഡ് ഓഫർ ചെയ്യാൻ പറ്റും. 100, 200, 400, 600, 800 അങ്ങനെ. ഒരിക്കലും 150 ചെയ്യാൻ പറ്റില്ല, 250 ചെയ്യാൻ പറ്റില്ല, 950 ചെയ്യാൻ പറ്റില്ല. ഞാൻ ജസ്റ്റ് ഒരു USDT, അതുപോലെ തന്നെ 1600 USDT, അതുപോലെ തന്നെ 3900 USDT. ഇതിന്റെ കാര്യങ്ങൾ ഒന്ന് ലഭ്യമായി. ഇതിൽ ചെറിയ ഷോർട്ടർ എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചാൽ ശ്രമിക്കുക. കാരണം ഞാൻ നിങ്ങളെ പോലെ സ്റ്റഡി ചെയ്യുന്ന ഒരാളാണ്. ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും കിട്ടിയെങ്കിൽ ആ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം മാത്രം ചിന്തിക്കുക. ചില തെറ്റുകുറ്റങ്ങൾ സംഭവിക്കുമ്പോൾ അത് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഫ്രണ്ട്സ് ക്ഷമിക്കുക. അപ്പോൾ ഞാനിനി ജസ്റ്റ് 800 USDTയുടെ ഫാമിംഗ്. 800 USDTക്ക് ബേസ് പ്രൈസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു 130 ആണ്. അപ്പോൾ 800 × 130 കാൽക്കുലേറ്റ് മനസ്സിലാക്കാൻ പറ്റും. 1,04,000 രൂപയുടെ ടോക്കൺ ഫാമിംഗ് മെയിൻ ഐഡിയിൽ 1,04,000 രൂപയുടെ ടോക്കൺ ഫാമിംഗ് ഈ ദിവസം ചെയ്ത്, അതുപോലെ തന്നെ ഇന്നത്തെ ഈ ദിവസം തന്നെ താഴെ 2 ഡിജിറ്റൽ വാലറ്റുകൾ അത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അല്ലാത്ത പക്ഷം ആരെങ്കിലും 2 പാർട്ട്ണർമാർ കിട്ടുമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അന്നേരം എന്ത് സംഭവിക്കുന്നു? ആ ദിവസം തന്നെ ഈ ഒരു മെയിൻ ഐഡി 1,04,000 ടോക്കൺ ഫാമിംഗ് ചെയ്തു 800 USDTയുടെ. അതുപോലെ തന്നെ 800 USDTയുടെ വീതം താഴത്തെ 2 വാലറ്റിലും 1,04,000 വീതം ചെയ്ത് കഴിഞ്ഞാൽ മെയിൻ ഐഡിയിൽ സ്വാഭാവികമായിട്ടും ലഭിക്കേണ്ടത് 0.20 വെച്ചാണ് വരുമാനേണ്ടത്. 1.6 USDT 0.20 വെച്ചിട്ട് 1.6 USDT ആണ് ലഭിക്കേണ്ടത്. അപ്പൊ എന്ത് ചെയ്തു? നല്ലൊരു ബിസിനസ് സിസ്റ്റത്തിന് നൽകി. അപ്പോ എന്ത് ചെയ്തു? ഈ മെയിൻ ഐഡി ക്വാളിഫൈഡ് ആയി. 0.20 എന്നുള്ളത് സിസ്റ്റം 0.70 കൂടി ആഡ് ചെയ്തുകൊണ്ട് അവിടെ പ്രതിദിന വരുമാനം 0.90 വെച്ച് പ്രതിദിന വരുമാന സിസ്റ്റം നൽകി. അപ്പോൾ 1.6 USDT INR ഇന്ത്യൻ രൂപ 208 രൂപയാണ് നൽകുന്നത്. ഫ്രണ്ട്സ് 90 വെച്ചത് 7.2 USDT ഇന്ത്യൻ രൂപ INR 931 രൂപയായി വർദ്ധിച്ചു. അതായത് 208 രൂപ ഈ 800 USDTനെ ഫാമിംഗ് കൊടുത്തപ്പോൾ 936 രൂപയായിട്ടാണ് ഡെയിലി വരുമാനം സിസ്റ്റം നൽകുന്നത്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? 222 ദിവസം കൊണ്ട് ഈ ക്വാളിഫൈഡ് ആയ ഈ മെയിൻ ഐഡി 222 ദിവസം കൊണ്ട് എന്ത് സംഭവിക്കും? 2,08,000 മാറും. 2,08,000 മാറും. അപ്പോഴോ താഴെ സംഭവിക്കുന്നു? താഴെ ഇതേപോലെ ഇത് 7 മാസം കൊണ്ട് 222 ദിവസം കൊണ്ടാണ് ഈ എമൗണ്ട് വർദ്ധിക്കുക. താഴത്തെ 1,04,000 ഐഡി എന്ത് സംഭവിക്കും? ഇത് 7 മാസമല്ല ഫ്രണ്ട്സ്, ഇത് 1000 ദിവസം 33.5 മാസം ഇരട്ടിക്കുക. ഇത് താഴത്തെ ഐഡി 0.20 വെച്ച് ഡെയിലി 1.6 USDT വെച്ച് 208 വെച്ച് 1000 ദിവസം കൊണ്ട് ഇത് 2,08,000 മാറും. ഈ ഐഡി താഴത്തെ ഐഡി മെയിൻ ഐഡി ക്വാളിഫൈഡ് ആവുന്നതോടുകൂടി 222 ദിവസത്തിന്റെ എന്ത് സംഭവിക്കും? 2,08,000 മാറും. അപ്പോൾ ഫ്രണ്ട്സ് ഇത് 2,08,000 മാത്രം ഇവിടെ നടക്കുന്ന ഈ മെയിൻ ഐഡിയിൽ താഴത്തെ ഐഡി ആരാണ് സ്പോൺസർ ചെയ്തത്? ഈ മെയിൻ ഐഡിക്കാണ് സ്പോൺസർ ചെയ്തത്. അപ്പോൾ റഫറൽ കമ്മീഷൻ അല്ലേ ഏറ്റവും 1,200 വെച്ച് ഈ ഐഡിക്ക് 2 ഐഡിക്കും. അപ്പോ ഈ 2 ഐഡിക്കും കൂടി എന്ത് സംഭവിക്കും? റഫറൽ കമ്മീഷൻ 1,200 വെച്ച് 7 മാസം ലഭിക്കും. ടോട്ടൽ എമൗണ്ട് ലഭിക്കുന്നത് 1,04,000 വാലറ്റിൽ ലഭിക്കുന്നത് 222 ദിവസം കൊണ്ട് ഫ്രണ്ട്സ് 2,22,800 രൂപയായിട്ട് മാറും. എത്ര പാസ്സായിട്ട് ലഭിക്കുന്നു ഫ്രണ്ട്സ്? താഴത്തെ ഐഡി 1000 ദിവസം കൊണ്ടാണ്
8,000 മാറുന്നത്. അതുപോലെ 1,600 USDT കൊണ്ട് ടോക്കൺ ഫാമിംഗ്, അതായത് 2,08,000 കൊണ്ട് ഒരു വാലറ്റിൽ ടോക്കൺ ഫാമിംഗ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ 0.20 വെച്ചിട്ട് ഡെയിലി റിവാർഡ് ചെയ്യുന്നത് ഇതിന്റെ ഇരട്ടി, 1.2 ഇരട്ടി 3.2 USDT വെച്ചാണ് ഡെയിലി റിവാർഡ് ലഭിക്കുക. INR 208 416 രൂപ വെച്ചാണ് ഡെയിലി വരുമാനം ലഭിക്കുക. എന്ത് സംഭവിക്കുന്നു? ഇത് ആ ദിവസം തന്നെ സബ് വാലറ്റിൽ ഇതേപോലെ തന്നെ 2,08,000 ടോക്കൺ ഫാമിംഗ് നടക്കുന്നു. 1,600 USD ഫാമിംഗ് നടക്കുന്നെങ്കിൽ അത് നടക്കുകയാണെങ്കിൽ അത് സംഭവിക്കും. ഇത് ഈ മെയിൻ ഐഡി ആ മെയിൻ ഐഡിയിൽ 0.20 വെച്ച് ലഭിക്കുന്ന വരുമാനം എന്ന് പറയുന്നത് INR ലഭിക്കുന്നത് 1,600 രൂപ. സോറി 1,872 ആണ്. 1,872 വെച്ചാണ് ലഭിക്കുക. അതായത് 14.4 USDT വെച്ചാണ് ലഭിക്കുക. അപ്പൊ ഇതെന്ത് സംഭവിക്കും? ഈ മെയിൻ ഐഡി താഴെ 2,600 USDT ഫാമിംഗ് നടക്കും. ഇത് നേര 4,14,000 മാറും. 4,222 ദിവസം കൊണ്ട് 4,16,000 മാറും. അപ്പൊ താഴത്തെ 2 ഐഡി ഉണ്ടല്ലോ, 2 ഐഡി നമ്മൾ തന്നെ ആണെങ്കിൽ സംഭവിക്കും ഇത് 0.20 വെച്ച് ഡെയിലി 3.2 USDT ലഭിക്കും. 416 രൂപ വെച്ചിട്ട് അത് 1000 ദിവസം കൊണ്ട് എന്ത് സംഭവിക്കും? 4,16,000 മാറും. 2 ഐഡി 4,16,000 മാറും ഫ്രണ്ട്സ്. അപ്പൊ ഇത് മാത്രമല്ല, ഇതിന്റെ റഫറൽ കമ്മീഷൻ മെയിൻ ഐഡി സ്പോൺസർ, മെയിൻ ഐഡി 2 ഐഡി സ്പോൺസർ എങ്കിൽ ഇതിന്റെ 2,400 വെച്ചിട്ട് ഇവിടെ സ്പോൺസറിംഗ് ലഭിക്കും. 2,400 വെച്ചിട്ട് 2 ഐഡിയും കൂടി ടോട്ടൽ 222 ദിവസം കൊണ്ട് ഫ്രണ്ട്സ് ഈ 1,800 USDT ഫാമിങ്ങിന് 2,08,000 ഫാമിങ്ങിന് 4,222 ദിവസം കൊണ്ട് 4,49,000, അതായത് 4.5 ലക്ഷമായി മാറുന്നു. 2,08,000 ചെയ്ത ഈ ഒരു വാലറ്റിൽ. അതാണ് ഈ ഏർലി ബേർഡിന്റെ അത്രയും പവർ എന്ന് പറയുന്നത് ഫ്രണ്ട്. അതുപോലെ 5 ലക്ഷം ഒരിക്കലും 5 ലക്ഷം കൊണ്ട് ടോക്കൺ ഫാമിംഗ് ചെയ്യാൻ പറ്റില്ല. അതായത് 3,900 USDT കൊണ്ടാണ് 5,07,000 ഫാമിംഗ് നടക്കുന്നത്. അപ്പോൾ ഇതേപോലെ 3,900 USDT കൊണ്ട് മെയിൻ ഐഡി 5,07,000 ഫാമിംഗ് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും 0.20 വെച്ച് ലഭിക്കുന്നത് 7.8 വെച്ചാണ് പ്രതിദിന വരുമാനം ലഭിക്കുക. ഇന്ത്യൻ രൂപ പറയുകയാണെങ്കിൽ 1,014 രൂപയാണ് വരുമാനം ലഭിക്കുക. ഈ ഐഡി എന്ത് സംഭവിക്കും? ആ ദിവസം തന്നെ ഇതേപോലെ 2 ഐഡി താഴത്തെ 2 ഐഡിയിൽ 3,900 USDT ഫാമിംഗ് നടക്കുകയാണെങ്കിൽ, അതായത് 5,07,000 ഫാമിംഗ് നടക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ മെയിൻ ഐഡി എന്തായി ആ ദിവസം തന്നെ സിസ്റ്റത്തിന് വലിയൊരു ബിസിനസ് കൊടുത്തുകൊണ്ട് ഈ മെയിൻ ഐഡി ക്വാളിഫൈഡ് ആയിക്കൊണ്ട് 0.2 കൂടെ സിസ്റ്റം പ്ലസ് 0.70 കൂടി ആഡ് ആയിക്കൊണ്ട് മെയിൻ ഐഡി ലഭിക്കുന്ന വരുന്നത് 90 വെച്ചാണ് പിന്നീട് റിവാർഡ് ലഭിക്കുന്നത്. അതായത് ഈ 7.8 USDT 35.1 USDT ആയി വർദ്ധിക്കുന്നു. ഇന്ത്യൻ രൂപയിൽ പറയുകയാണെങ്കിൽ 4,563 രൂപ വെച്ചാണ് 1,014 വെച്ച് ലഭിക്കുന്ന വരുമാനം. ഒറ്റയ്ക്ക് 4,563 രൂപ ലഭിക്കുക. അപ്പോൾ ഈ ഐഡിയും എന്ത് സംഭവിക്കും? ഇതും ഇവിടെ സംഭവിക്കുന്നതും 222 ദിവസം കൊണ്ട് വലിയൊരു ബിസിനസ് ചെയ്തുകൊണ്ട് ക്വാളിഫൈഡ് ആവുന്നത് 222 ദിവസം കൊണ്ട് 10,14,000 ആയി മാറുന്നു. അതിന്റെ പ്ലസ് റെഫറൽ കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, പറയാം. അപ്പോൾ ഈ താഴെ എന്ത് സംഭവിക്കും? താഴെ ഒരിക്കലും ഈ 7 മാസത്തെ അല്ല ഫ്രണ്ട്സ്. എന്ത് സംഭവിക്കും? താഴത്തത് 5,07,000 3,900 വാലറ്റാണ്. ഇവിടെയും ഇതേപോലെ എന്ത് സംഭവിക്കും? ഈ 2 ഐഡിയും താഴത്തെ 2 ഐഡിയും 1000 ദിവസം 33.5 മാസം കൊണ്ടാണ് 10,14,000 മാറുന്നത് ഈ താഴത്തെ. അപ്പോൾ ഇവിടെ സംഭവിക്കും? മെയിൻ ഐഡി തന്നെ പ്ലസ് വരുമാനം ഈ 2 സ്പോൺസർ ചെയ്ത മെയിൻ ഐഡിക്ക് 20% ലഭിക്കും.